എത്ര 3 വർഷം 4 വർഷം വരെ ഇംപ്രസ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന കേസാണത്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 498 IPC ഈ പറഞ്ഞ സാധനം. എല്ലാവർക്കും നമസ്കാരം. പ്രവീൺ പ്രണവ് കുടുംബത്തിലുണ്ടായിട്ടുള്ള പ്രശ്നം മലയാളികൾ ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ പ്രവീൺ പ്രണവ് ഇഷ്യൂവില് പ്രണവ് രണ്ടാമതൊരു ചാനൽ പോയി സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചാനൽ തുടങ്ങിയ ആദ്യത്തെ സമയത്ത് തന്നെ 61K അല്ലെങ്കിൽ 1 ലക്ഷത്തിലോട്ട് പോകാൻ വലിയ താമസമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ഇങ്ങനെ മിന്നൽ പോലെയാണ് ആ ചാനൽ വളർന്ന് കുതിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തുവാടാ ഇത്, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഇടയ്ക്ക് വെച്ചിട്ട് അടിച്ച് പൊളന്നിങ്ങനെ കയറി പോകുന്നത് കണ്ടത് യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ്. അതിനുശേഷം മനാഫിലോട്ടായിരുന്നു, അതിനുശേഷം എന്താ ഈ പ്രണവിലോട്ടാണ് പോയത്. കാരണം അത്രയ്ക്ക് ആൾക്കാർ ഇവരുടെ വീഡിയോസും കാര്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കാണുന്നുണ്ട്. ഇവരുടെ പേരിൽ ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ മറ്റൊരു ചാനൽ പോയി തുടങ്ങേണ്ട താമസം ആൾക്കാർ കുത്തിയിരുന്ന് കാണുന്നു, വിഷയം കത്തി പടരുന്നു, ആളി കത്തുന്നു, ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കുതിച്ചു കയറുകയാണ് സംഭവം ഉണ്ടായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രവീൺ ആദ്യം വീഡിയോ ഇട്ട സമയത്ത് പ്രവീണിന് ഭയങ്കര നെഗറ്റീവും കാര്യങ്ങളാണ് ബാധിച്ചിരുന്നത്. ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയ കാര്യങ്ങളാണ്. എന്നാൽ റീസെന്റ് അതങ്ങ് പാടെ മാറി വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിച്ചത്. പക്ഷെ പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ചാനൽ പറ്റേ താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിച്ചത്. മെനഞ്ഞാന്ന് വരെ വലിയ വിഷയമില്ലാതെ കുത്തി ഉദിച്ചുകൊണ്ടിരുന്ന ഈ ചാനൽ ഇന്നലെ പ്രവീൺ ഒരു വീഡിയോ ഇട്ടതിനു ശേഷം വീണ്ടും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വളരെ താഴോട്ട് പിന്നോട്ട് പോവുകയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം മെനഞ്ഞാന്ന് ഉണ്ടായിരുന്ന സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിക്കാം. 4 ലക്ഷത്തിന് പുറത്ത് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഈ ചാനലിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പ്രവീണിന്റെ ആ വീഡിയോയ്ക്ക് ശേഷം സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വളരെ താന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ നൈറ്റ് ഞാൻ നോക്കിയപ്പോൾ 3,73K സംതിങ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 3,60,500 അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ നെഗറ്റീവാണ് ഈ പ്രണവ് എന്ന് പറയുന്ന വ്യക്തിയിലോട്ട് ആൾക്കാർക്ക് ഫീലിങ്സ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയും ചെയ്തു. ഒരുപക്ഷെ ആദ്യം ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും പ്രണവിനെയും അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ റീസെന്റ് പ്രവീണിന്റെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരു മനുഷ്യനും പോലും ഒരിക്കലും പ്രണവിന്റെ അച്ഛനും അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയും പ്രവീണും ആ വീട്ടിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരുന്ന അത്രയ്ക്കും ക്രൂരമായ പീഡനങ്ങൾ തന്നെയാണ്. എന്തിനടി ചലവ് വരെ കയറിയിട്ടുണ്ട്. ആടിയും ഇടിയും ചവിട്ടും തൊഴിയും ഗർഭിണിയായിരുന്ന ആ യുവതിയെ വരെ എടുത്തിട്ട് അടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ നാളെ എനിക്കിങ്ങനെ ഈ വീട്ടിൽ നിന്നും ഒരു അവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അന്ന് ഇവരിതുപോലെ വന്നിരുന്ന് വെളുപ്പിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തെളിവൊന്നും കാണില്ലല്ലോ എന്ന് വച്ചിട്ടായിരിക്കണം പ്രവീൺ ആ വീഡിയോസും കാര്യങ്ങളും എടുത്തു വെച്ചത്. ഒരിക്കലും കുടുംബ പ്രശ്നത്തിൽ നടന്ന ആ വിഷയങ്ങൾ വീഡിയോ എടുത്ത് വെച്ചതിൽ എനിക്ക് യോജിപ്പില്ല. എന്ത് പ്രശ്നം വീട്ടിലുണ്ടായാലും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു തീർക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നാളെ എനിക്ക് മെനയാകും. അതുകൊണ്ട് തന്നെ തെളിവിന് വേണ്ടിയിട്ട് എല്ലാം വീഡിയോ എടുത്ത് വെക്കുകയാണ് പ്രവീൺ അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ആ വീഡിയോ പുറത്തു വിടുകയും വെറുതെ വായ്ത്താളം മാത്രം അടിക്കാണ്ട് തെളിവ് സഹിതം സ്വന്തം അപ്പനും അമ്മയും പറയുന്ന വോയിസ് അടക്കം പ്രവീൺ വിടുകയും അതിനുശേഷം പ്രണവിനും അച്ഛനും അമ്മയ്ക്കും വളരെ നെഗറ്റീവ് ആവുകയുമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനുശേഷം പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ 41 ലക്ഷത്തി സംതിങ് ഉണ്ടായിരുന്ന ചാനൽ ഇപ്പോൾ 42 ലക്ഷത്തിന് പുറത്തു പോയിരിക്കുന്നു. ലക്ഷക്കണക്കിന് വീണ്ടും ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് ചാനൽ. വീണ്ടും ആ വീഡിയോ കുതിച്ചുയരുകയാണ്. ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോ ഇപ്പൊ തന്നെ 47 ലക്ഷം വ്യൂ കഴിഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയാണ് ഈ പ്രവീണിനെയും വൈഫിനെയും എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഇതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഞാൻ വായിക്കാം. ഈ കമന്റ്സ് വായിക്കാനുണ്ടാവുന്ന റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർ പ്രണവും അച്ഛനും അമ്മയും കൂടി ആ വീഡിയോ ഇട്ട സമയത്ത് നെഗറ്റീവാണ് ഈ പ്രവീണിനെയും വൈഫിനെയും പറഞ്ഞത്. എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറ്റ നെഗറ്റീവും പറ്റ സൈബർ ബുള്ളിങ്ങും പ്രവീണിനെയും വൈഫിനെയും എല്ലാവരും സൈബർ ബുള്ളിങ്ങിലും ചീത്തവിളിയും ബഹളമൊക്കെ ആയപ്പോഴാണ് പ്രവീൺ വൈകിട്ട് തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇടുന്നത്. എന്തായാലും ഞാൻ ഇതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീയോട് ഇങ്ങനെ ചെയ്തെങ്കിൽ അവർക്കെതിരെ നിയമപരമായി നടപടി എടുക്കണം, എന്തിനും ഒപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണ് പ്രവീണും തന്റെ വൈഫിനുമായിട്ട് കമന്റ് ബോക്സിൽ കേട്ടെന്ന് പറയുന്നത്. കാരണം 11K ലൈക്ക് ആ കമന്റിന് തന്നെയുണ്ട്. പിന്നെ അതിന് 70 റിപ്ലൈസും ഉണ്ട്. കാരണം ഒരുപാട് പേര് സപ്പോർട്ടാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ ഉപദ്രവിച്ചെന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ മനസ്സ് എത്രത്തോളം ക്രൂരമാണ് ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. അതാണ് അതിന്റെ വിഷയം. ഈ വിഷയം നമ്മൾ ഇനി പിടിച്ചാൽ നിൽക്കുന്ന രീതിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വുമൻസ് കമ്മീഷനും ഇവരൊക്കെ കേസ് എടുക്കാനും നിയമപരമായിട്ട് പ്രണവും അച്ഛനും അമ്മയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തെളിവുള്ളത് നന്നായി, തെറ്റിദ്ധാരണ മാറി. മൃദുലേക്കും പ്രവീണിനും നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ ആൾക്കാരുള്ളത്. നന്ദിയുണ്ട് പ്രവീണ്, മറ്റൊരു ആകാൻ അവളെ വിട്ടുകൊടുക്കാത്തതിന്. പിന്നെ ഒരു തരത്തിൽ ഇവിടെ ഒരുപാട് പേര് പ്രവീണ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നിന്നല്ലോ
തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ ആരെയും നോക്കാതെ അവളെയും വിളിച്ചുകൊണ്ട് അവളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയല്ലോ പ്രവീൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു. വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ഗാർഹിക പീഡനം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവനും അമ്മായും മരുമോളെ എടുത്തിട്ട് അടിച്ചാലും ഭർത്താവ് എന്ന് പറയുന്ന മൊണ്ണകൾ തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. തന്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഭാര്യയെ വിളിച്ചുകൊണ്ട് ആ ഭാര്യയുടെ കൂടെ താങ്ങായി തണലായി നിന്ന് ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആ ഭർത്താവ് ചങ്കൂറ്റം കാണിച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ അച്ഛനമ്മയായാലും സഹോദരനായാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. കുടുംബങ്ങളിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടു. പക്ഷെ ചെയ്തത് തെറ്റ് തന്നെങ്കിൽ അത് തെറ്റെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കണം. കൊച്ചും അച്ഛനും അമ്മയൊക്കെ തെറ്റ് തന്നെയാണ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവർക്ക് ചിലപ്പോൾ ഇളയ മകനോട് സ്നേഹം കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ട് മൂത്ത മകനോട് ഒരിക്കലും വെറുപ്പ് തോന്നേണ്ട കാര്യമില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി നീയാടെ ആൺകുട്ടി, കെട്ടിയ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നവൻ, അമ്മായിയമ്മ പോര് ഇതോടെ അവസാനിക്കട്ടെ. വർഷങ്ങളായി സ്ത്രീകൾ നേരിടുന്ന വീട്ടുകാരുടെ വിവരമില്ലായ്മ കൊണ്ടുപോകുന്ന പ്രശ്നം. റിയൽ റിലവന്റ് സോഷ്യൽ മീഡിയ കണ്ടന്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഹൗസസ് ഹെയ്സ് ഓഫ് വ്യൂ ഗൈസ്. അവസാനിക്കട്ടെ. വേറെ വീട് എടുത്ത് നിക്കട മോനെ, സന്തോഷമായിട്ട് ജീവിക്കുക, സാരല്ല കേട്ടോ, എല്ലാം ശരിയാവും, നട്ടലുള്ള ആണായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് സപ്പോർട്ടാണ്. പ്രവീൺ 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 എന്ന് പറഞ്ഞ് എല്ലാവരും കൈയടിക്കുകയാണ്. ഇതിന് പിന്നിലുണ്ടായ ഏറ്റവും വലിയ റീസൺ ഇത് തന്നെയാണ്. മൃദുലെ കൂടെ കൂട്ടി അവൾക്കൊരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവളെ കൂടെ കൂട്ടി ചങ്കൂറ്റത്തോടെ നെഞ്ചും പിരിച്ച് കൊണ്ടിറങ്ങിയ ഭർത്താവ് എന്നുള്ളൊരു ടാഗ് ലൈന് പ്രവീൺ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പ്രവീൺ, നീ നല്ല ഒരു ഹസ്ബൻഡാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കും. ഫുൾ സപ്പോർട്ട്. അവര് 3 പേരുടെയും തനി സ്വഭാവം തെളിവ് സഹിതം കാണിച്ചു തന്നതിന് നന്ദിയുണ്ട് മച്ച. ഇതിൽ വളരെ വ്യക്തമാണ് ആരാണ് കുറ്റക്കാരൻ. അതെ, വളരെ വളരെ വ്യക്തമാണ്. കാരണം ഈ പെൺകുട്ടിയും പ്രവീണും അവിടെ നിന്ന് എന്തുമാത്രം പീഡനങ്ങളാണ് അനുഭവിച്ചതെന്ന് നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ടതാണ്. ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി ഇരുന്ന് പൊട്ടിക്കരയാണ്. മൃദുലയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചങ്ക് പൊട്ടിക്കരയാണ് ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്. ആ കുഞ്ഞിനെ എത്രത്തോളം അത് ബാധിക്കുമെന്ന് പോലും ചിന്തിക്കുന്നില്ല. കാരണം അവർക്ക് ഫേസ് ചെയ്യാൻ വയ്യ. ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നതിന്റെ അങ്ങേ അറ്റം അവർ ഫേസ് ചെയ്തുകൊണ്ടിരുന്നതാണ് നിരന്തരം. ലൈഫ് അല്ല, റിയൽ ലൈഫ്. നമ്മൾ പ്രേക്ഷകർ വിചാരിച്ചിരുന്നത് പോലെ അല്ല. പക്ഷെ ഇവരുടെ ലൈഫ് സ്റ്റൈൽ റീലിൽ കണ്ടുകൊണ്ടിരുന്ന വളരെ സന്തുഷ്ടമായ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവരുടെ റിയൽ ലൈഫ് തികച്ചും ഫ്ലോപ്പായിരുന്നു. ഒരിക്കലും അത് കളിയാക്കുന്നതല്ല, തികച്ചും ഫ്ലോപ്പായിരുന്നെന്ന് മാത്രമേ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങളുടെ മകൻ ജനിച്ചപ്പോൾ നിങ്ങളുടെ നല്ല സമയം തുടങ്ങിയെന്ന് കരുതുക. നല്ലൊരു വീട് വാങ്ങി സന്തോഷത്തോടെ ജീവിക്കൂ. ഗോഡ് ബ്ലസ് യു. മൃദുലയ്ക്കും പ്രവീണിനും പുതിയൊരു മകനുണ്ടായതിന്റെ സന്തോഷത്തിൽ ഇനി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഒരു പറ്റം ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. ഇത് മൂത്ത മകനോടുള്ളത് തന്നെ. എന്റെ അസം അനുഭവിച്ചു, ഇപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി ജീവിക്കുന്നു. കുഞ്ഞുള്ള വയറിൽ അവർ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ്. അതെ, പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് മൃദുലയെ ഉപദ്രവിച്ചത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. അതിന് ശക്തമായ നിയമ നടപടി ഈ പ്രണവിനും അച്ഛനും അമ്മയ്ക്കെതിരെ പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ആ കൊച്ചു അത്രമാത്രം ഇരുന്ന് കരയുന്നുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്. വയറിൽ കൈവച്ച് ആ കുഞ്ഞിനെ വെച്ചും കൊണ്ട് ആ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടി പൊട്ടിക്കരയുന്നുണ്ട്. അത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിച്ചില്ല. ഭയങ്കര വിഷമമാണ് തോന്നിയത്. അത്രയ്ക്ക് സങ്കടകരമായ ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റിയത്. സത്യമായിട്ടും ഞങ്ങൾ ഇതൊന്നും വിചാരിച്ചില്ല. സോറി പ്രവീൺ ചേട്ടാ, സോറി. അതായത് ഒരുപാട് പേര് സോറി പറയുന്നുണ്ട്. പ്രണവ് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് പ്രവീണിനെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സൈബർ ബുള്ളിംഗ് ആണ് പ്രവീണിനും മൃദുലയ്ക്കും എതിരെ. പക്ഷെ അതെല്ലാം പറ്റേ മാറാൻ തെളിവ് സഹിതം പ്രവീൺ ഒരു വീഡിയോ ഇടേണ്ടി വന്നു. ആ പ്രവീൺ കൊച്ചു കമന്റ് ഓഫാക്കി. ഗൈസ്, അവൻ എതിരെയുള്ള അടിയാവട്ടെ ഓരോ ലൈക്കും കണ്ണു നിറഞ്ഞു പോയി. സത്യം ജയിക്കട്ടെ. ദ മാൻ ഹു സ്റ്റുഡ് ഫോർ ഹിസ് ഗേൾസ് ഹാറ്റ്സ് ഓഫ്. മൃദുലയ്ക്ക് വേണ്ടി കട്ടയ്ക്ക് കൂടെ നിന്ന് ഹസ്ബൻഡ് എന്നുള്ള ടാഗ് ലൈൻ അത് ഭയങ്കരമായിട്ട് പ്രവീൺ ഒരു പോസിറ്റീവായിട്ടാണ് ഞാനും കാണുന്നത്. നമ്മൾ റീസെന്റ് ഒരു ഇഷ്യൂ, ലിറ്റിയുടെ ഒരു ഇഷ്യൂ സംസാരിച്ചിരുന്നു. അതിൽ സ്വന്തം ഭാര്യയായിട്ട് വഴക്കുണ്ടായ സമയത്ത് ഭർത്താവ് ഒരു മുന്നേ പോലെ നിന്നെന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. എന്തുകൊണ്ട്? ഭാര്യയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ചോദിക്കാനും തടുക്കാനും ആരും ഇല്ല. സ്വന്തം ഭർത്താവ് എന്ന് പറയുന്നത് എവിടെ പോയിരുന്നു. പക്ഷെ അതേ സ്ഥാനത്ത് സ്വന്തം ഭാര്യയ്ക്ക് പ്രശ്നം വന്നപ്പോൾ പ്രവീൺ കട്ടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടയ്ക്ക് നിന്ന് അവളെയും കൊണ്ട് ഇറങ്ങി. അല്ലാണ്ട് കൂടെ നിന്ന് അവളെ കുറ്റം പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയില്ല. തെറ്റുണ്ട തെറ്റെന്ന് പറയണം. അത് ഭാര്യയായാലും അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയണം. അതിന് മടിക്കേണ്ട കാര്യമില്ല. ബ്രോ, താങ്ക് യു മനസ്സിലാക്കി തന്നതിന്. നിങ്ങൾ ഹാപ്പിയായി ജീവിക്കും. മൃദുല ഇപ്പോൾ ടെൻഷൻ ഒഴിവാക്കി കുഞ്ഞിനെ നല്ലപോലെ നോക്കുക. കാരണം അമ്മയുടെ മാനസികാവസ്ഥ കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കും. അതെ, മൃദുലയെടുത്തും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വിഷയങ്ങളിലൊന്നും ഇൻക്ലൂഡ് ആവാതെ മാറി നിന്ന് സമാധാനത്തോടെ ഇരിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ കൊച്ചിന്റെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കൊച്ചു ജനിച്ചതോടെ എല്ലാവരും റിയൽ ഫേസ് മനസ്സിലായില്ലേ? ദി ബേബി ഈസ് ഗോഡ്. അതായത് കൊച്ചു ജനിച്ചതുകൊണ്ടാണ് എല്ലാവരുടെയും ഫേസ് എക്സ്പോസ് ആയി. ഇനി ജീവിതത്തിൽ നല്ലത് മാത്രം ഉണ്ടാകും എന്നുള്ള രീതിയിൽ പറയുന്ന കുറേ പേരുണ്ട്. ഓക്കെ, അങ്ങനെ ഷീസ് ഇൻ സേഫ് ഹാൻഡ് ബിക്കോസ് ഹീസ് ജബ്.
അതായത് മൃദുല പ്രവീണിന്റെ കയ്യിൽ സേഫാണ്, കാരണം പ്രവീൺ ജം ആണ്, മുത്തു മണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ഈ കമന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഈ പ്രശ്നം പറഞ്ഞു തീർത്ത് ഒന്നിച്ചു പോകാൻ പറ്റുമെങ്കിൽ പോകുക, ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് രണ്ടുപേരുടെ ഇഷ്ടത്തിന് പുതിയ ജീവിതങ്ങൾ തുടരുക എന്നേ പറയാനുള്ളൂ. പക്ഷെ ഒരിക്കലും ഒരമ്മയും അച്ഛനും സ്വന്തം മകനെ ഇളയ മകനേക്കാളും സ്നേഹിക്കുകയോ സ്നേഹക്കുറവ് കാണിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. രണ്ട് മക്കളെയും ഒരുപോലെ കാണുക എന്ന് എനിക്കും പറയാനുള്ളൂ. അല്ലാണ്ട് ഒരു മകനെ മാത്രം സപ്പോർട്ട്, അവനെ മാത്രം എല്ലാം സേഫാക്കി കൊണ്ടുപോകുന്നു, അവന് വേണ്ടിയിട്ട് ജീവിക്കുന്നു, മറ്റേ മകൻ വെറും വാഴ പോലെ അവനെ എടുത്ത് കിണ്ടിക്കളയുന്നു, അവൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെങ്കിൽ അവരൊരു റിയൽ അച്ഛനമ്മ അല്ലെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മക്കളെ ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം മക്കൾ ഉണ്ടാക്കിയിടുക എന്നേ എനിക്കൊരു ഓപ്ഷൻ പറയാനുള്ളൂ. എന്തായാലും വളരെ സങ്കടമുണ്ട്, ഇവരുടെ ഫാമിലി ഇങ്ങനെ തകർന്ന് തരിപ്പണമായി 4 ഭാഗത്തായാലും. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല, സീരിയസ്ലി പറയാമല്ലോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവരുടെ ഫാമിലി ഇത്രയും ഫ്ലോപ്പായിട്ട് മാറുമെന്ന്. എന്തായാലും ഈ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.